ഇന്നത്തെ സ്പെഷ്യല് കൊള്ളി മീൻകറിയാണ് കേട്ടോ. കൊള്ളി ഇവിടെ അനിയേട്ടൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊള്ളി പുഴുങ്ങുകയാണെങ്കിലേ എളുപ്പത്തിന് വേണ്ടിയിട്ട് നടു മുറിച്ചിട്ടിടാറ പതിവ്. അങ്ങനെ പുഴുങ്ങുമ്പോൾ അനിയേട്ടൻ പറയാം, ഇങ്ങനെ പുഴുങ്ങണ്ട, ചെറുതാക്കി നന്നാക്കിയിട്ട് പുഴുങ്ങണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കൊള്ളി നന്നാക്കാൻ വേണ്ടിയിട്ട് അനിയേട്ടൻ്റെ കയ്യിൽ അങ്ങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നന്നാക്കി കഴിഞ്ഞപ്പോൾ അത് നേരെ ഞാൻ അടുപ്പത്ത് കയറ്റി വെച്ചിട്ടാണ് മീൻകറിയുടെ കാര്യങ്ങൾ നോക്കണത്. മീനിന്ന് ചാളയാണ് കിട്ടിയത്. കൊള്ളിയും ചാളയും നല്ല ടേസ്റ്റ് ആണല്ലോ. മീൻകറിക്ക് വേണ്ട അരപ്പിനുള്ളത് ഞാൻ ശരിയാക്കുകയാണ്. നാളികേരം ചെറുകിയ അതിലേക്ക് പെരുംജീരകം ഇട്ടിട്ട് അത് അരയ്ക്കാൻ പോവുകയാണ്. അതവിടെ ശരിയാക്കുമ്പോഴേക്കും കൊള്ളി ഇവിടെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ പിള്ളേർ അടുക്കളയിൽ നിന്ന് മാറില്ല. ദേവുട്ടന് കൊള്ളി കൊടുത്തിട്ട് ഞാൻ നാളികേരം അരയ്ക്കാൻ. ദേവുട്ടൻ അങ്ങനെ കൊള്ളി പുഴുങ്ങിയാൽ മീൻകറി വേണമെന്നോ അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും വേണമെന്നൊന്നും ഇല്ല. കൊള്ളി പുഴുങ്ങി കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ അവൾ ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ ഞാൻ മീൻകറിക്കുള്ള അരപ്പ് അരച്ചിട്ടുണ്ട്. അത് ഇനി കറിപ്പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഈ ചതച്ചത് നേരെ ഞാൻ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക് കീറിയതും പൊടികളായ പൊടികളും തട്ടി കൊടുക്കുന്നുണ്ട്. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കല്ലുപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് ഞരടി മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്ക് സത്യം പറഞ്ഞ മീൻകറി വെക്കാൻ വലിയ വശമൊന്നും ഇല്ല, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് മീൻകറി നന്നാവാൻ വേണ്ടി. ഇതെല്ലാം കൂടി നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം പുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. പുളിക്ക് പകരം ഇരുമ്പാമ്പുളിയോ മാങ്ങയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. എനിക്ക് ഇത് രണ്ടും കിട്ടാത്ത കാരണമാണ് ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് അടപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ മീൻ തട്ടി കൊടുക്കുകയാണ്. മീൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് യോജിച്ച് കിട്ടാനാണ്. ഞാനിതൊക്കെ ചെയ്യണത് നോക്കിയിട്ട് ഷീക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീൻകറി ഒരുവിധം വറ്റി വന്നപ്പോൾ ഞാൻ ഉള്ളി കാച്ചാൻ നോക്കുകയാണ്. ഉള്ളി പിന്നെ നേരത്തെ വന്നപ്പോൾ ഞാൻ അത് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. മീൻകറിക്കുള്ള ഉള്ളി കാച്ചിട്ട് വേണം രണ്ടും കൂടിയിട്ട് പിള്ളേർക്കും അനിയേട്ടനും കൊടുക്കാം. അങ്ങനെ ഉള്ളി കാച്ചി ഞാൻ മീൻകറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മീൻകറി ഇങ്ങനെ തന്നെയാണോ വെക്കാറ് എന്നുള്ളത് കമന്റിലൂടെ പറയണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അങ്ങനെ കൊള്ളി മീൻകറി ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇത് കഴിക്കട്ടെ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. താങ്ക്